സ്വാമി, ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം ഭജനമിരിക്കാനുള്ളതാണ്. താമസിക്കാൻ പറ്റിയ സ്ഥലം ഏതെന്ന് നിശ്ചയമില്ല. ഭജനക്കാർ ക്ഷേത്രവളപ്പിനുള്ളിൽ താമസിക്കുന്നതാണ് ഉത്തമം. അതിനുവേണ്ടി ഇവിടെ മുറികളുണ്ട്. അങ്ങനെയോ? എങ്കിൽ അവിടെ തന്നെ താമസിക്കാം. ഒരു മുറി ഏർപ്പാട് ചെയ്തു തന്നാൽ ഉപകാരമായിരുന്നു. ഞങ്ങൾ ഇവിടെ ആദ്യം വരികയാണ്. അതിനെന്താ, എന്റെ കൂടെ വരും. ഇവിടെ സൗകര്യം കുറവായിരിക്കും, എങ്കിലും ദേവിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതിൽ കൂടുതലായി എന്ത് വേണം സ്വാമി? ആട്ടെ, ആർക്കാണ് അസുഖം? എന്നാണ് തുടങ്ങിയത്? ഇവൾക്ക് തന്നെ സ്വാമി. ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. ഈ അടുത്ത കാലത്താണ് അവളുടെ വിവാഹം നടന്നത്. അതൊരു മാറ്റ കല്യാണമായിരുന്നു. ഇവളെ വിവാഹം കഴിച്ച പയ്യന്റെ സഹോദരിയെ ഇവളുടെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു, ഒരേ മുഹൂർത്തത്തിൽ. വിവാഹം കഴിഞ്ഞ് ഇവൾ ഭർതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. സന്തോഷമായിട്ട് പോയിട്ട് വാ മോനെ. യാത്രക്കുള്ള മുഹൂർത്തം തെറ്റും. ഇനി യാത്ര പറഞ്ഞു തന്നാൽ കാറിലോട്ട് കയറുമാണ്. ഞാൻ റെഡി. മോഹൻ, മറ്റന്നാൾ നീ രമണിയും കൂട്ടി അങ്ങോട്ട് വരണം. ഓക്കെ. ഞങ്ങൾ അവിടെ എത്തിയാലുടൻ നീ മല്ലിയും കൂട്ടി ഇങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. എഗ്രീഡ്. രമണി, നീ മിടുക്കിയായിരിക്കണം കേട്ടോ. മല്ലിക, നീ മിടുമിടുക്കിയായിരിക്കണം കേട്ടോ. ആ, നീ ഏതായാലും സമയം വഹിക്കണ്ട. കമോൺ കേട്ടി. എട്ടും പൊട്ടും അറിയാത്ത പെണ്ണ് ഇന്ന് വരെ അവൾ എന്നെ തിരിഞ്ഞ് ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ അമ്മയ്ക്ക് തന്നെ അവളെ കല്യാണം കഴിച്ച് ഇവിടെ കൂടെ താമസിക്കാമായിരുന്നു. നീ പോടാ അവിടുന്ന്. ആ പെണ്ണുകെട്ടെന്ന് ഞാൻ തന്നെ കളിയാക്കാനുണ്ടല്ലോ. കുട്ടൻ പെണ്ണിന്റെ മുമ്പ് വെച്ച് ഞാൻ കാരണം തോറ്റരുവാ. അത് കൊള്ളാനല്ലോ ഞാൻ കാത്തു നിൽക്കുന്നത്. ഏതായാലും അമ്മയുടെ അച്ഛനും നേരത്തെ തന്നെ അറിഞ്ഞോട്ടെ. എവനൊരു വായാടി കേറി പോണാകത്ത്. അച്ഛനും മുന്നിട്ട് സ്വയമായി മകളുടെ ഗുണഗണങ്ങളെ പറ്റി സംസാരിക്കാനായിരിക്കും. ഞാനങ്ങ് വായിക്കാം. മോന്റെ വായടുത്തരം കേട്ട് വന്ന് രസിക്കുകയാണോ? പിന്നെ ഞാനെന്ത് വേണം? നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. ഇങ്ങനെ ഒരു അച്ഛനും മോനും. ആ മോളെ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. അവൾക്കൊരു വിഷമവുമില്ല. നീ പറഞ്ഞു വിഷമിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഞാനല്ലേ അങ്ങ് പറഞ്ഞു വിഷമിപ്പിക്കുന്നത്. വാ മോളെ. അല്ല, മരുമോള് വന്നപ്പോ ഭർത്താവിനെ അങ്ങ് മറന്നു. ശരി ശരി, നടക്കട്ടെ. ഞാൻ പുറകെ വന്നോളാം.